പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഹങ്കാരമെന്ന രോഗത്തെ സുഖപ്പെടുത്താനുള്ള ചികിത്സയെന്താണ്? കിബിറിനുള്ള മരുന്നുകൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ച് തുടങ്ങിയത്. വിജ്ഞാനവും സൽക്കർമ്മവും ചേർത്ത കഷായമാണ് അഹങ്കാരത്തിനുള്ള മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അറിവും സൽക്കർമ്മങ്ങളും സമന്വയിപ്പിച്ച ഒരു മരുന്നാണ് അഹങ്കാരത്തിനുള്ളത്. ഏത് അറിവാണ്, ഏത് വിജ്ഞാനമാണ് അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മെഡിസിനാവുക? ഒരാൾ താൻ ആരാണെന്നും തൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു ആരാണെന്നും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പിന്നെ അഹങ്കാരം ഉണ്ടാവുകയില്ല. തന്നെക്കുറിച്ചും തൻ്റെ നാഥനായ അല്ലാഹുവിനെക്കുറിച്ചും ഒരാൾ കൃത്യമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ വിനയത്തോടെയേ ജീവിക്കൂ, താഴ്മയോടുകൂടെയേ ജീവിക്കൂ. എന്താണ് ഒരാൾ തന്നെക്കുറിച്ച് അറിയേണ്ടത്? ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെക്കുറിച്ചും എന്തറിവാണ് ആർജിക്കേണ്ടത്? നാം എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, ഉണ്ടായതിനു ശേഷം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്, ഈ ജീവിതം തീരുമ്പോൾ അവസാനിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ മതി, അഹങ്കാരം പമ്പ കടക്കും. കൂടുതൽ അറിവൊന്നും വേണ്ട. ഞാൻ എങ്ങനെയുണ്ടായി, ഉണ്ടായ എൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേജിലുള്ള അവസ്ഥ എന്താണ്, ഇനി ഞാൻ എന്തായിത്തീരാനാണ് പോകുന്നത്, എങ്ങോട്ടാണ് യാത്ര പോകുന്നത്, ഇത് കൃത്യമായി ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. അത് അഹങ്കാരത്തിൻ്റെ മരുന്നായ അറിവാണ്, വിജ്ഞാനമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എങ്ങനെയുണ്ടായി, എവിടെ നിന്ന് വന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൃത്യമായി വിശദീകരിച്ചത് വിവിധങ്ങളായ ആയത്തുകളിലൂടെ അല്ലാഹു അത് പറഞ്ഞു വച്ചിട്ടുണ്ട്. കളിമണ്ണിൽ നിന്നും ബീജകണങ്ങളിൽ നിന്നും മനുഷ്യൻ പടക്കപ്പെട്ട വിവരം അല്ലാഹു കൃത്യമായി പറഞ്ഞതിൽ നിന്ന് ഏതാനും ചില ആയത്തുകൾ നിങ്ങളുടെ മുമ്പാകെ കഴിഞ്ഞയാഴ്ച പറഞ്ഞു വെക്കുകയുണ്ടായി. ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് യാതൊരുവിധ ഗ്യാരണ്ടിയോ വാരണ്ടിയോ സുരക്ഷിതത്വമോ ഇല്ല എന്ന വസ്തുതയും വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അവസാനം ചെന്നെത്തുന്ന മരണം, ആ മരണത്തെക്കുറിച്ചൊരു സൂചന പറഞ്ഞു നിർത്തുകയാണ് സമയക്കുറവ് കൊണ്ട്. ഇനി നമ്മുടെ അവസാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഈ ഭൂമിയിൽ പിറന്നു വീണ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പര്യവസാനം, ഈ ലോക ജീവിതത്തിന്റെ അവസാനം അൽ മൗതു, മരണമാണ്. ഇതാണ് അല്ലാഹു പറഞ്ഞത്, സുമ്മ അമാതഹു ഫഅഖ്ബറ. ഒരു നാൾ പിന്നെ ആ മനുഷ്യനെ മരിപ്പിക്കും, ഫഅഖ്ബറഹു, അവനെ സംസ്കരിക്കും, അവനെ ഖബറടക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നന്നാകാൻ, നമ്മൾ വിനയമുള്ളവരാകാൻ, നമ്മുടെ മനസ്സിലെ ഈഗോ, അഹങ്കാരം മാറിക്കിട്ടാൻ ഈ ഒരറിവ് മതി. നമ്മുടെ അവസാനം മരണാണ്.
നമ്മുടെ യാത്ര മരണത്തിലേക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കാനുള്ള യാഥാർത്ഥ്യമാണ് മരണം. ഇതിനെക്കുറിച്ച് ബോധമുണ്ടായാൽ മതി, കിബിറ് പോകും. ഈ കഴിഞ്ഞയാഴ്ച അന്തരിച്ച കേരളത്തിലെ പ്രസിദ്ധനായ സിനിമാ നടൻ സലീം കുമാർ, അദ്ദേഹം മരിച്ചപ്പോ മൂവാറ്റുപുഴക്കാരനായ ഒരു സഹോദരൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നു. ഞാനത് കേട്ടുനോക്കി. ആള് സിനിമാ നടനായിക്കോട്ടെ, അവിശ്വാസിയാവട്ടെ, ആ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം അർത്ഥവത്താണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഭർത്താവ് എന്ന നിലക്ക് ഞാൻ സന്തുഷ്ടനാണ്, ഒരച്ഛൻ എന്ന നിലക്ക് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ സന്തുഷ്ടനല്ല, ഞാൻ ഹാപ്പിയല്ല. എന്തുകൊണ്ട്? ഞാൻ രോഗം ബാധിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോ, ICUവിൽ കിടന്നപ്പോ, എന്റെ ഇടതും വലതും ഫ്രണ്ടിലും ബാക്കിലും ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാക്ക് പടക്കം പൊട്ടുന്നത് പോലെ ICUവിനകത്ത് മരണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ലൈവായി കാണുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മരണം എന്നിലെത്താൻ അധികം ദൂരമില്ല. ഞാൻ എങ്ങോട്ടാണ് ജീവിച്ച് യാത്ര ചെയ്യുന്നത് എന്നെനിക്ക് കൃത്യമായിട്ടറിയാം. മരണത്തിലേക്കാണ്. ഈ മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ദേശീയ അവാർഡ്, എന്ത് ഓസ്കാർ അവാർഡ്, ICU എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഈ ജീവിതം നയിക്കുന്ന ഞാൻ എങ്ങനെ അഹങ്കരിക്കാനാണ്? ഈ മരണത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്? ഒരു സിനിമാ നടന്റെ ചോദ്യമാണെങ്കിലും ഈ വിവരം ഉണ്ടായാൽ മതി അഹങ്കാരം പോകാൻ. കൂടുതൽ കിതാബും ഖുർആനും ഓതണ്ട, ഈ വിവരം. ഈ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ അഹങ്കരിക്കാനാണ്? എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്? കറക്റ്റ് ചോദ്യമാണ്. പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? വഅമ്മാ ആഖിറുൽ മൗത്ത് ഫയകൂനു ജമാദാ. മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിർജീവ വസ്തുവായി മാറി തണുത്ത് നമ്മുടെ ബോഡി ഉറച്ചു പോകും. മരം പോലെ, കല്ലുപോലെ ഉറച്ചു പോകും. ഏതാനും മിനിറ്റുകൾ, കുറഞ്ഞ സമയം ആ ചൂടുണ്ടാവുള്ളൂ. പിന്നെ അത് തണുത്ത് ജമാദ. ജമാദ് എന്ന് പറഞ്ഞാൽ കല്ലിനും മരത്തിനും ഉറച്ച സാധനത്തിനാ പറയാ. നമ്മൾ തണുത്ത് ഉറച്ചുപോയി. ആ തണുത്തുറച്ച അവസ്ഥയിൽ നിലനിൽക്കുകയില്ല. ദേഹത്തിൽ നിന്ന് ദേഹി വേർപെട്ടു പോകുമ്പോൾ, ശരീരത്തിൽ നിന്ന് റൂഹ് ജീവൻ വേർപിരിഞ്ഞു പോകുമ്പോൾ, ശരീരത്തിൽ നിന്ന് പ്രാണം പ്രയാണം നടത്തുമ്പോൾ പിന്നെ പ്രതിരോധശേഷി ഈ ബോഡിയിൽ ഇല്ലാതെയാകും. അപ്പോൾ സംഭവിക്കുന്നതെന്താ? ബാക്ടീരിയകൾ, സൂക്ഷ്മാണുക്കൾ, ഫംഗസുകൾ നമ്മുടെ സെല്ലുകളെ, കോശങ്ങളെ തിന്നാൻ തുടങ്ങും, ഭക്ഷിക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് ശരീരം അഴുകാൻ തുടങ്ങും, ജീർണിക്കാൻ തുടങ്ങും. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു അയച്ച പട്ടാളക്കാരാണ് ഈ ബാക്ടീരിയയും ഫംഗസുകളും സൂക്ഷ്മാണുക്കളും. അള്ളാഹു അയച്ച സൈന്യാണ് ഈ ബോഡിയെ മണ്ണിലേക്ക് മടക്കി കൊണ്ടുപോകാൻ. അള്ളാഹുവിന്റെ സൈന്യമായ ബാക്ടീരിയകൾ, ഫംഗസുകൾ അവരുടെ പണി നമ്മുടെ ദേഹത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ശരീരം മഴുകാൻ തുടങ്ങും, ശരീരം ജീർണിക്കാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെന്താ ചെയ്യാ? ഫഅഖ്ബറഹു, ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെക്കണം, സംസ്കരിക്കണം. എന്തിന്? ജീവിച്ചിരിക്കുന്ന ആളുകൾക്കത് അസഹ്യമായ ദുർഗന്ധം ഉണ്ടാകും, ബുദ്ധിമുട്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഖബർ കൊണ്ടുപോയേക്കുക. മുങ്കർ നക്കീർ അലൈഹി വസ്സലാമിന്റെ ചോദ്യത്തിനോ ഖബർ ജീവിതത്തിനോ നമ്മൾ ഒരുക്കുന്ന ഈ മണ്ണറൊന്നും ആവശ്യമില്ലണ്ടോ? വിമാനം പൊട്ടിത്തകർന്ന് തരിപ്പണമായി കത്തിച്ചാമ്പലായി മയ്യത്തുകൾ ഭൂമിയിൽ പതിച്ചാലും,
ബഹറിലൂടെ, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കരയിലെത്തുന്നത് വരെ ആ മയ്യത്ത് ഫ്രീസറിൽ ഇടണ്ട, കുളിപ്പിക്കുക, നിസ്കരിക്കുക, പലകയിൽ കെട്ടുക, സമുദ്രത്തിലേക്ക് താഴ്ത്തുക. നീലത്തിമിംഗലങ്ങൾക്ക് ഭക്ഷണമായാൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മീനുകൾ തിന്നുപോയാലും ആ മനുഷ്യനവിടെ ഖബറുണ്ടാവും. ഇവിടെ ദഹിപ്പിക്കപ്പെടുന്ന ബോഡികൾ, അഗ്നിക്കിരയാക്കപ്പെടുന്ന മയ്യത്തുകൾ, അതിനും അതിൻ്റെതായ ഖബറുണ്ട്. നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ഈ മണ്ണറ എന്തിനാ നമ്മൾ ഖബറൊരുക്കി അടക്കുന്നത്? അതിന്റെ ദുർഗന്ധത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ. സുമ്മ അമാതഹു ഫഅഖബറ. അവിടെ അടക്കിക്കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് നടക്കുന്നത് നമ്മൾ ലൈവായി കാണാറില്ല, കാണാൻ ശ്രമിക്കാറില്ല, നമുക്കത് കാണാൻ പാടില്ല. പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം. എന്താ അവിടെ നടക്കുന്നത്? വൈകാതെ തന്നെ ഈ ശരീരത്തിലെ പാർട്സുകൾ ഉതിർന്നു വീഴും, വേർപെട്ടു പോകും. നമ്മുടെ ശരീരത്തിലെ കയ്യും കാലും കണ്ണും കാതും മൂക്കും കവിൾ തടങ്ങളുമൊക്കെ പുഴുക്കൾ ശാപ്പാടാക്കും, ഭക്ഷിച്ചു തുടങ്ങും. ശരീര പാർട്സുകൾ പുഴുക്കൾ തിന്നാൻ തുടങ്ങും. ഫയസീറു റൗസൻ ഫീ അജ്വാഫിദ്ദീദാൻ. ഈ അന്തസ്സോടെ നടക്കുന്ന നമ്മളൊക്കെ ദുരഭിമാനം നടിച്ചുകൊണ്ട് ഭൂമിയുടെ പുറന്തോടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഫയസീറു റൗസൻ ഫീ അജ്വാഫിദ്ദീദാൻ. പുഴുക്കളുടെ വയറ്റിലെ കാഷ്ടമായി നമ്മൾ മാറും. നമ്മൾ മിനുക്കി മേക്കപ്പ് ചെയ്ത് സംരക്ഷിച്ചിരുന്ന ഈ ശരീരത്തിന്റെ പാർട്സുകളുണ്ടല്ലോ, നമ്മുടെ ദേഹഭാഗങ്ങളുണ്ടല്ലോ, മാംസളമായ ഭാഗങ്ങളുണ്ടല്ലോ, ഫയസീറു റൗസൻ, അത് കാഷ്ടമാകും. കാഷ്ടം എവിടത്തെ കാഷ്ടം? ഫീ അജ്വാഫിദ്ദീദാൻ. മയ്യത്ത് തിന്നാൻ വന്ന പുഴുക്കളുടെ വയറ്റിലെ കാഷ്ടമായി നമ്മൾ മാറും. ഛേ, മുസ്ലിയാരെ ജുമ കഴിഞ്ഞ് ചോറിനുള്ളതല്ല, എന്ത് വർത്താനത്? ചോറ് തിന്നണ്ടേ? ഛേ, ഉള്ളതൊക്കെ അങ്ങനെ പച്ചക്ക് വിളിച്ചറിയാൻ പറ്റുമോ? ഇന്ന് ചോറ് തിന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്താകാൻ പോകുന്നു? മരണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ ഫയകൂനു ജീഫതൻ യഹ്റുബു മിൻഹുൽ ഹയവാൻ. മാംസബുക്കുകളായ മൃഗങ്ങൾ പോലും ആ ശവശരീരം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ 4 അയലത്ത് പോലും വരാതെ ഓടിപ്പോകും. ജീർണിക്കാത്ത മാംസാണെങ്കിൽ അവർ സാപ്പിടും. 3 ദിവസം കഴിഞ്ഞാല് മാംസബുക്കുകളായ വന്യജീവികൾ പോലും ഓടിപ്പോകും, അവർക്ക് പോലും വേണ്ടാത്ത വിധത്തിൽ. പ്രിയപ്പെട്ടവരെ, പ്രാണപ്രേയസിയായ സുന്ദരിയും സുമുഖിയുമായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചാൽ 3 ദിവസം പഴക്കമുള്ള മയ്യിത്താണ് അവളുടെ മയ്യിത്തെങ്കിൽ, നാളിതുവരെ ചേർത്ത് പിടിച്ചിരുന്ന അവളുടെ ആ ജീർണിച്ച ശവശരീരം കണ്ടാൽ ഒന്ന് നോക്കാനോ അവളെ ഒന്ന് തൊടാനോ നാം താല്പര്യപ്പെടും? ഒരിക്കലുമില്ല. ഇതാണ് നമ്മൾ ആകാൻ പോകുന്നത്. അങ്ങനെ ഖബറിൽ കിടന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അസ്ഥികൾ, എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങിയാൽ ഫസാറ തുറാബാ, നമ്മളൊക്കെയും സമ്പൂർണമായി മണ്ണായി തീരും. അങ്ങനെ മണ്ണായി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സലാമത്തായി അല്ലേ? ഇനി ഒന്നുമില്ല, ജീവിച്ചതൊക്കെ മിച്ചം, കിട്ടിയതൊക്കെ ലാഭം. ഇനി അങ്ങനെ മണ്ണായിട്ട് അങ്ങനെ കാലാകാലാണെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷേ അങ്ങനെ അള്ളാഹു വിടൂല. ഒരു നാൾ അള്ളാഹു ആ മണ്ണിൽ നിന്നും വിളിച്ചുണർത്തും. അതാണ് അള്ളാഹു പറഞ്ഞത്, സുമ്മ ഇദാ ശാഅ അൻശറഹു. സുമ്മ ഇദാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന ഒരു സമയം, ഒരു ഡേറ്റ്, ഒരു അജലെത്തുമ്പോൾ അൻശറഹു, ഓരോ മനുഷ്യനെയും പുനർജീവിപ്പിക്കും. ഖബറിൽ നിന്ന്, മണ്ണിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുന്ന മനുഷ്യൻ മുടികളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്
പൊടിമണ്ണെല്ലാം തട്ടി ഉണർന്നെണീക്കുമ്പോൾ എന്താണ് കാണുന്നത്? തകർന്നുപോയ ആകാശഭൂമികൾ, തരിപ്പണമായ പർവ്വത നിരകൾ, ഉതിർന്നു വീണ നക്ഷത്രക്കൂട്ടങ്ങൾ, കത്തിജ്വലിക്കുന്ന നരകം, ഗൗരവക്കാരായ മലക്കുകൾ. ഇവരെയൊക്കെ കണ്ട് ആ ഭീതിജനകമായ അവസ്ഥയിൽ മഹ്ശറയിൽ നിൽക്കുമ്പോ ഫയുഖാലു ലഹു, ഓരോരുത്തരോടായിട്ടും പറയപ്പെടുന്നത് ഇഖ്റഅ കിതാബക്, ഇഖ്റഅ കിതാബക്, നിന്റെ കർമ്മപുസ്തകം വായിക്കൂ, നിന്റെ കിതാബ് എടുത്ത് വായിക്കൂ. ഫയഖൂലു വമാ ഹുവ, എന്ത് കിതാബ്, ഏത് കിതാബ് എന്ന് നമ്മൾ ചോദിക്കും എന്ന് ഖുർആൻ. ഏത് കിതാബ്? ഫയുഖാലു, മറുപടി വരും, ഖദ് വുക്കില ബിക മലകാനി, നിന്റെ കാര്യങ്ങളെല്ലാം രേഖയാക്കാൻ വേണ്ടി 2 മലക്കുകൾ നിയമിക്കപ്പെട്ടിരുന്നു. അവർ നിന്റെ സംസാരങ്ങളൊക്കെ, നിന്റെ കർമ്മങ്ങളൊക്കെ ഒന്നും വിട്ടുപോകാതെ, ഒരക്ഷരവും പാഴാക്കാതെ, ഒരു പ്രവർത്തനത്തെയും മിസ്സാക്കാതെ എല്ലാം രേഖയാക്കി വെച്ചിട്ടുണ്ട്. നീ മറന്നാലും അല്ലാഹു അത് മറന്നിട്ടില്ല. അതൊക്കെ രേഖയാണ്, അതാണ് കിതാബ്, അത് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ തുറക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. അത് തുറക്കപ്പെട്ടത് കാണുമ്പോൾ അഹങ്കാരികൾ, അക്രമികൾ, അവരുടെ രോദനം പ്രകടിപ്പിക്കുന്ന ആ വാക്കുകൾ, അവരുടെ ബേജാറിന്റെ സംസാരം അല്ലാഹു പറയുന്നുണ്ട്. ഇന്നോദിയ സൂറത്തിൽ കഹ്ഫിലുണ്ട്, വവുളിയൽ കിതാബ്, ഓരോരുത്തരുടെയും കർമ്മപുസ്തകങ്ങൾ നിവർത്തിവെക്കപ്പെട്ടാൽ, ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, അതിലുള്ള രേഖകൾ കണ്ടിട്ട്, താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കണ്ടിട്ടത് വായിച്ചു നോക്കുമ്പോ അക്രമികൾ, അഹങ്കാരികൾ പേടിപ്പെടുന്ന, അവർ ഭീതിയോടെ നിലനിൽക്കുന്ന അവസ്ഥ നബിയെ താങ്കൾക്ക് കാണാം. വയഖൂലൂന, അവർ പറയുന്നത് എന്താ? യാ വൈലത്തനാ, ഞങ്ങളുടെ നാശമേ, മാലിഹാദൽ കിതാബ്, എന്തൊരു രേഖയാണിത്, എന്തൊരു ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ, സംഭവിച്ചു പോയ സർവമോന കാര്യങ്ങളും ഇതിൽ ക്ലിപ്തമാക്കിയിട്ടുണ്ടല്ലോ, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് വിലപിക്കും. പിന്നെ വിചാരണൻ. പ്രിയപ്പെട്ടവരെ, വഇൻ കാന കൽബൻ ഔ ഖിൻസീറ, ചിന്തിക്കണേ, വഇൻ കാന കൽബൻ ഔ ഖിൻസീറ, മനുഷ്യനായി പിറന്ന് ജീവിച്ച് മനുഷ്യനായി മരിച്ചു പോകുന്നതിനു പകരം നായയോ പന്നിയോ ആയി ജനിച്ച് വീണിട്ട് അങ്ങനെ ചത്തുപോയിരുന്നെങ്കിൽ നാൽക്കാലികളുടെ കൂടെ എന്നേക്കും മണ്ണായി മണ്ണടിഞ്ഞു പോകാൻ സാധിച്ചിരുന്നേനെ. വഇൻ കാന ഇൻദല്ലാഹി മുസ്തഹിഖൻ ലിന്നാരി, വഇൻ കാന ഇൻദല്ലാഹി മുസ്തഹിഖൻ ലിന്നാരി, അല്ലാഹുവിന്റെ മുമ്പാകെ ഒരു മനുഷ്യൻ കുറ്റവാളിയായി, നരകാവകാശിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഫൽ ഖിൻസീറു, അവിടെ പന്നി അശ്റഫു മിൻഹു വഅത്യബു, ഈ വ്യക്തിയേക്കാൾ ഉത്തമനും ഉത്കൃഷ്ടനുമാണ് പന്നി. കുറ്റവാളിയായി നരകത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ മനുഷ്യനുണ്ടല്ലോ, അവനേക്കാൾ മെച്ചപ്പെട്ട പടപ്പ്, ഉത്തമനായ പടപ്പ് പോർക്കാണ്, പന്നിയാണ്. കാരണം പന്നി ഇത് അവ്വലുഹു തുറാബ് വആഖിറുഹു തുറാബ്, പന്നിയുടെ ഉത്ഭവം മണ്ണിൽ നിന്നാണ്, പന്നിയുടെ മടക്കവും എന്നേക്കും മണ്ണിലേക്കാണ്. എന്നാലോ മനുഷ്യന്റെ അവസ്ഥ എന്നും മണ്ണായിട്ട് പോകാൻ പറ്റൂല്ലോ. കന്നാലികളെ എന്താ ചെയ്യാന്ന് ഹദീസിൽ കാണാം. സർവ കന്നാലികളും മൃഗങ്ങളും ഹാജരാക്കപ്പെടും മഹ്ശറാവൻ സഭയിൽ. എന്നിട്ട് കൊമ്പുള്ള മൂരി കൊമ്പില്ലാത്ത പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഖിസാസ് എടുക്കപ്പെടും, പ്രതിക്രിയകൾ ചെയ്യും. കൊമ്പില്ലാത്ത കാളക്ക് കൊമ്പ് കൊടുത്ത് കുത്തിയ കാളയെ തിരിച്ചു കുത്തിക്കും. ആ ഖിസാസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കൂനു തുറാബ, എല്ലാരും മണ്ണായി പോയിക്കൊള്ളുക എന്ന അള്ളാഹുവിന്റെ ഉത്തരവ് വരുമ്പോ അവരൊക്കെ എന്നേക്കുമായി മണ്ണിലേക്ക് മടങ്ങും. നാം മനുഷ്യൻ അതിന് പറ്റുമോ? ഈ രംഗം കാണുമ്പോ കാഫിറുകൾ വിലപിക്കുന്നത് സൂറ അമ്മയുടെ അവസാന ഭാഗത്ത് കാണാം.
നാൽക്കാലി മൃഗങ്ങളെ മണ്ണിലേക്ക് തിരിച്ചയക്കുമ്പോ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, നിഷേധിക്കൂട്ടം അഹങ്കാരിക്കൂട്ടം അവിടെ വെച്ച് വിലപിക്കുന്നത് യാ ലൈതനി കുന്തു തുറാബാ, ഇതുപോലെ മണ്ണിലേക്ക് എന്നേക്കുമായി മടക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിളിച്ചു പറയും പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഗൗരവമുള്ള കാര്യമാണ്. പരലോകത്തൊരു നരകാവകാശി, ഒരു ധിക്കാരി, ഒരു അക്രമി, അവന്റെ കോലം കണ്ടാൽ, അവന്റെ രൂപം, ഭീകര രൂപം കണ്ടാൽ, ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നരകക്കാരന്റെ രൂപം കണ്ടാൽ അവൻ പേടിച്ച് മോഹാലസ്യപ്പെട്ട് നിലംപതിക്കും, ബോധം കെട്ട് വീഴും. അവനിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെങ്ങാനും മൂക്കിൽ വലിച്ചാൽ ലമാത്ത, അവൻ മരിച്ചു വീഴും എന്നാ പറഞ്ഞത്. എന്നാൽ ഒരു മൃഗം, ഒരു നായ, ഒരു പന്നി മഹ്ശറയിൽ കണ്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവനെ കണ്ടാല്. ഇതാണ്, ഇങ്ങോട്ടാ നമ്മുടെ യാത്ര. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും എത്രമാത്രം കുറ്റങ്ങൾ ചെയ്തവരാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ധാരാളം കുറ്റങ്ങൾ ചെയ്തവരാണ്. ഈ സംസാരിക്കുന്ന ഞാനും കേട്ടിരിക്കുന്ന നിങ്ങളും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ നിരവധി അനവധി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയവരാണ് നമ്മളൊക്കെയും, അല്ലേ? ആരാ കുറ്റം ചെയ്യാത്തത്? നമുക്കുള്ള മോചനമാർഗം, രക്ഷാമാർഗം ഒന്നു മാത്രമാണ്. അതെന്താണ്? റഊഫായ, റഹീമായ, റഹ്മാനായ, ഗഫാറായ, സത്താറായ അല്ലാഹുവിന്റെ ഔദാര്യം. ആ ഔദാര്യം കൊണ്ടുള്ള മഗ്ഫിറത്ത്, അഫ്വ്, അവന്റെ മാപ്പ്, അവന്റെ ഭാഗത്ത് നിന്നുള്ള വിട്ടുവീഴ്ച, അതുമാത്രമാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. കുറ്റം ചെയ്ത നമ്മൾ അള്ളാഹുവിന്റെ മാപ്പ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോ, കുറ്റവാളികളായ നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മാപ്പ്, ഇളവ് കാത്തിരിക്കുമ്പോ നമ്മൾ എങ്ങനെ അഹങ്കരിക്കുക? ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ ഒരു കൊലപാതകം ചെയ്തു, കൊന്നു ഒരാളെ. കൊലയാളി പിടിക്കപ്പെട്ടു, അറസ്റ്റിലായി. കോടതിയിൽ എല്ലാ തെളിവുകളും നിരത്തപ്പെട്ടു. കോടതി വിധിച്ചു, വധശിക്ഷ അർഹിക്കുന്ന ആളാണ്, ഇയാളെ പകരം കൊല്ലണം എന്ന് കോടതി വിധിച്ചു. അങ്ങനെ ഈ കൊലയാളി ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്നപ്പോ അവസാനത്തെ ഓപ്ഷൻ രാഷ്ട്രപിതാവിന് ദയാഹരജി സമർപ്പിക്കുകയാണ്. ഈ കൊലയാളി, കൊലശിക്ഷ, വധശിക്ഷ വിധിക്കപ്പെട്ട കൊലയാളി ജയിലിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രപതിക്ക് ദയാഹരജി സമർപ്പിക്കുകയാണ്. എന്നിട്ട് ജയിലിൽ കിടക്കുകയാണ്. അവിടെ വെച്ച് ഇവൻ അഹങ്കരിക്കാൻ പറ്റുമോ? ഞാൻ അവിടെ കേമെന്ന് പറഞ്ഞിട്ട് വെളിവുണ്ടെങ്കിൽ കഴിയൂ? ലാ യദ്രി അയുഫാ അം ലാ, അയുഫാ അൻഹു അം ലാ. അവൻ അറിയില്ല എനിക്ക് ആ രാഷ്ട്രപതി ദയാഹർജി സ്വീകരിച്ച് മാപ്പ് കിട്ടുമല്ലേന്ന് അറിയില്ല. ആശങ്കയോടെ കഴിയാൻ. എന്തായിരിക്കും ഒരു ജയിലറെ അവസ്ഥ? വധശിക്ഷ വിധിക്കപ്പെട്ട ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ ജയിൽ മോചിതനായി കേരള മണ്ണിൽ തിരിച്ചെത്തിയ അബ്ദുറഹീം എന്ന സഹോദരന്റെ വരവ് നമ്മൾ കണ്ടല്ലോ, നമ്മൾ കണ്ടു. ആ സാധുവിന്റെ പേര് അബ്ദുറഹീം ആയതുകൊണ്ട് പലർക്കും കുരു പൊട്ടി, തോന്നിയാസൊക്കെ വിളിച്ചറിയുന്നുണ്ട് യൂട്യൂബിൽ, അല്ലേ, വാട്സാപ്പില്, സോഷ്യൽ മീഡിയയിലൊക്കെ. അയാളെന്താ വലിയ ജേതാവാണോ? അയാൾ ജേതാവായിട്ടോ വീരനായകനായിട്ടോ ഒന്നും അല്ല വന്നത്. കാലിക്കറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് മലയാളി കൂട്ടത്തെ അദ്ദേഹം കണ്ടപ്പോ ആദ്യമായി അവരോട് അദ്ദേഹം പറഞ്ഞത്, സർവ മലയാളികൾക്കും നന്ദി എന്ന് പറയാൻ വാക്ക് കിട്ടാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പി കരയുകയായിരുന്നു ആ മനുഷ്യൻ. 2 പതിറ്റാണ്ട് 20 വർഷങ്ങൾ ജയിലിൽ കിടന്ന അനുഭവങ്ങൾ ചോദിച്ചപ്പോ ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതാണ്. ഒരു കുഞ്ഞിനെ പോലെ ലോല മനസ്കനായിട്ടാണ് ആ മനുഷ്യൻ വന്നത്. പിന്നെ വന്നവരൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക. എല്ലാരും കണ്ടില്ലേ നിങ്ങൾ? ആ മനുഷ്യന്റെ അവസ്ഥ, മാനസികാവസ്ഥ എത്തിപ്പെട്ടതാണത്. അതെന്താണ്? ജീവിതമുണ്ടോ ഇല്ല അറിയില്ല. മാപ്പിട്ടോ, ഞാൻ ജീവിക്കോ, ഏത് ദിവസമാണ് സൗദിയിലെ വാളിന് ഇരയാകുക, ഇതറിയാതെയുള്ള ആ കിടപ്പുണ്ടല്ലോ, അതിനിടയിൽ അഹങ്കരിക്കാൻ പറ്റൂല.
ഇതുപോലെ കുറ്റം ചെയ്ത കുറ്റവാളികളായ നമ്മുടെയൊക്കെ ജയിലറയാണ് ഈ ദുനിയാവ്. ഈ ജയിലറയിൽ കുറ്റം ചെയ്തുകൊണ്ട് ഉടമസ്ഥനായ രാജാതിരാജനായ എല്ലാ രാഷ്ട്രപതിമാരുടെയും ഉടമസ്ഥനായ മാലിക്കുൽ മുലൂക്കായ പടച്ച തമ്പുരാന്റെ സമക്ഷത്തിലേക്ക് ദയാഹരജി കൊടുത്ത് മാപ്പിനായി കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെ അഹങ്കരിക്കും കൂട്ടരെ? എങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ പറ്റുക? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് എന്ത്, ഇപ്പോഴുള്ള ജീവിതത്തിന്റെ നിലവാരമെന്ത്, നമ്മൾ ചെന്നെത്തുന്ന മരണം കഴിഞ്ഞാലുള്ള ലോകമെന്ത് എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ അറിവുണ്ടായാൽ മതി കിബിറിന് മരുന്നായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടു. ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടാ കിബിർ മാറൂല കേട്ടോ. ഇത് മനസ്സിൽ അവിടെ കിടക്കണം. മനസ്സിന്റെ അറയില് ഈ അറിവ്, ഏതറിവ്? ഞാൻ ആരാ, ഞാൻ എന്താ, ഞാൻ എവിടുന്ന് വന്നു, ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, മതി. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്കും നിങ്ങൾക്കുണ്ടോ? മതി. കിബിർ പോകാൻ, ഗർവ് പോകാൻ, ധിക്കാരം പോകാൻ, അഹന്ത പോകാൻ, പൊങ്ങച്ചം പമ്പ കടക്കാൻ ആ അറിവ് മതി മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ അറിവ് ആർജിക്കുക. അത് മനസ്സിന്റെ ഇൻബോക്സിൽ അങ്ങോട്ട് ഒരിക്കലും ഡിലീറ്റായി പോകാത്ത വിധത്തില്, ഒരിക്കലും ഫംഗസ് കേറാത്ത വിധത്തില് അത് സംരക്ഷിക്കുക ഇടനെഞ്ചിൽ. എന്നിട്ട് ഇടക്കിടക്ക് ഓർത്തെടുക്കുക. മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ അറിവ്, ഇതിന്റെ പുറമെ കർമ്മമാകുന്ന കഷായം, അതെന്താണെന്ന് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അറിവെന്താണ്? കിബിറിനെ സുഖപ്പെടുത്താനുള്ള, ചികിത്സിക്കുമ്പോൾ ആവശ്യമായ ഇൽമ് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയായിട്ട് ഇതെല്ലാവരും ഓർക്കുക, ഇത് ചിന്തിക്കുക, ഉത്ബുദ്ധരാവുക, ഈ ബോധത്തോടെ ജീവിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വിനയമുള്ള, അച്ചടക്കമുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.